ഒരു രാജാവ് ലോകത്തിലെ ഏറ്റവും നല്ല വസ്തുവും ഏറ്റവും മോശമായ വസ്തുവും എന്തെന്ന് കണ്ടെത്തുവാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ രാജാവ് ഒരു വിളംബരം ചെയ്തു. ലോകത്തിലെ ഏറ്റവും നല്ല വസ്തുവും ഏറ്റവും ഹീനമായ വസ്തുവും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. രാജകൽപ്പന കേട്ട ജനം നല്ല വസ്തുക്കളും ഹീനവസ്തുക്കളും ശേഖരിക്കുവാൻ തുടങ്ങി. രാജാവ് അറിയിച്ചിരുന്ന സമയത്ത് ഓരോരുത്തരും തങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞ നല്ലതും ചീത്തയുമായ സാധനങ്ങൾ രാജസേനയിൽ സമർപ്പിച്ചു. നല്ല വസ്തുവായ ചിലർ പരിശുദ്ധമായ സ്വർണവും ശുദ്ധമായ തേനും മധുരഭക്ഷണങ്ങളുമാണ് കാഴ്ചവെച്ചത്. ചീത്ത വസ്തുവായി ദുർഗന്ധം വമിക്കുന്ന ചീത്ത സാധനങ്ങളും ആക്രി സാധനങ്ങളും കൊണ്ടുവന്നു. എന്നാൽ ഇതൊന്നും സ്വീകാര്യമായില്ല. അപ്പോഴാണ് രാജകൊട്ടാരത്തിലെ വിദൂഷകൻ 2 പൊതിക്കെട്ടുമായി രാജസേനയെ എത്തിച്ചേർന്നത്. രാജാവ് വിദൂഷകനോട് ലോകത്തിലെ ഏറ്റവും നല്ല വസ്തു ഏതാണെന്ന് തിരക്കി. വിദൂഷകൻ കയ്യിലുണ്ടായിരുന്ന 1-ാമത്തെ പൊതി തുറന്നു. അത് മനുഷ്യൻ്റെ നാവിന് തുല്യമായി നിർമ്മിച്ച ഒരു ആർട്ടിഫിഷ്യൽ നാവായിരുന്നു. നാവാണ് ലോകത്തിലേക്ക് ഏറ്റവും നല്ല വസ്തു. അദ്ദേഹം തുടർന്നു. നാവിന് ദരിദ്രനെ ധനവാനാക്കുവാനും സർവ്വം നേടുവാനും യുദ്ധവും വഴക്കും ഒഴിവാക്കാനും കഴിയും. നാവ് മനസ്സിനെ കുളിർപ്പിക്കുകയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും. രാജാവിന് സന്തോഷമായി. രാജാവ് തിരക്കി, എന്താണ് ഏറ്റവും ഹീനമായ വസ്തു? വിദൂഷകൻ 2-ാമത്തെ പൊതി അഴിച്ചു. അതിലും ഒരു നാവ് തന്നെയായിരുന്നു. വിദൂഷകൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ചീത്ത വസ്തുവും നാവ് തന്നെ. ധനികനെ ദരിദ്രനാക്കുവാനും അക്രമം സൃഷ്ടിക്കുവാനും എല്ലാം നശിപ്പിക്കുവാനും അല്ല, മരണം വരെ വിളിച്ചു വരുത്തുവാനും നാവിന് കഴിയും. രാജാവ് സംതൃപ്തനായി വിദൂഷകന് സമ്മാനങ്ങൾ നൽകി. നാവിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ നാവും ചെറിയൊരു അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 39:1 നാവിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ദുഷ്ടൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാവ് കടിഞ്ഞാണ്ടിട്ട് കാക്കുമെന്ന് സംഗീതക്കാരൻ പറയുന്നു. മനുഷ്യനാവിന് ക്രിയാത്മകവും നിഷേധാത്മകവുമായ ശക്തിയുണ്ട്. ഏറ്റവും നല്ലതായും ഹീനമായും പ്രവർത്തിക്കാൻ നാവിന് കഴിയും. എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നതാണ് നാവ് ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവുകോൽ. ആത്മാർത്ഥതയുള്ള സംഭാഷണം സൽഫലങ്ങൾക്ക് നിദാനമാകും. കളങ്ക ഭാഷണങ്ങൾ മലിനമാണ്. അത് വിഷബീജം പോലെ വളരും. സമൂഹത്തിൽ അത് വാഴ്ത്തുന്ന വിനാശം അഗാധമായിരിക്കും. നാവിൻ്റെ സദ്വിനിയോഗം അനേക അനുഗ്രഹങ്ങൾക്ക് ഹേതുവാകാൻ കാരണമായിത്തീരും. അതിൻ്റെ ദുർവിനിയോഗം ശാപത്തിനും നാശത്തിനും കാരണമാകും. മൂർച്ചയുള്ള വാൾ, മനോഹരമായ അസ്ത്രം, തീ എന്നിവയോട്, മേത്തരമായ വെള്ളി, തേൻകട്ട, പൊന്നാരങ്ങ എന്നിവയോടും ബൈബിൾ നാവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പാപശക്തിയുള്ള നാവിൽ നിന്നുയരുന്ന സ്തുതികീർത്തനങ്ങൾ മാത്രമേ ദൈവത്തിന് പ്രസാദമായി തീരുകയുള്ളൂ. ആകയാൽ നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വ്യക്തിയെങ്കിലും നാവ് കൊണ്ട് പ്രത്യക്ഷമായ പരോക്ഷമായ നമുക്ക് വേദനിപ്പിക്കാതിരിക്കാം. എത്രയോ പേരെ നാശത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിയിടുവാൻ നാവിൻ്റെ ദോഷം കാരണമായി തീർന്നിട്ടുണ്ട്. ഈ നാളുകളിൽ നാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാവ് കൊണ്ട് മറ്റുള്ളവരെ കൊല്ലുന്നവരാണ് നാം എന്ന് സ്വയം ശോധന ചെയ്യുക. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവിനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. മറ്റുള്ളവരെ താങ്ങുന്നവരായി ആശ്വസിക്കുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒപ്പം തന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരും നന്മ ചെയ്യുന്നവരുമായി തീരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും മറ്റുള്ളവർക്കും സന്തോഷത്തിന് കാരണമായി തീരും.